ഇന്നലെ രാത്രിയിൽ എപ്പോഴായിരുന്നു ഈ സംഭവം? ഹോട്ടൽ അധികൃതരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോ അവിടെ താമസിച്ചിരുന്നു, അയാളുടെ പേരിലായിരുന്നു റൂം? ഡോക്ടർ അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഹോട്ടലിന് മുൻപിലാണ്. അതായത് കലൂർ ടൗൺ ഹാളിനടുത്തുള്ള PGS വേദാന്ത എന്ന ഹോട്ടലാണ്. ഇന്നലെ രാത്രി 10:55 കൂടിയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഹോട്ടലിലെ 3-ാം നിലയിലെ 314 നമ്പർ മുറിയിലാണ് ഷൈൻ ടോം ചാക്കോ റൂം എടുത്തിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, പോലീസിൽ നിന്നും ഇപ്പോൾ ഹോട്ടൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, ഓൺലൈനിൽ മറ്റൊരാളുടെ പേരിലാണ് ഈ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഈ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡാൻസ് സ്റ്റാഫിന്റെ സാന്നിധ്യം, സെർച്ചിന്റെ സാന്നിധ്യം ഷൈൻ ടോം ചാക്കോ തിരിച്ചറിയുന്നു. ജനൽ വഴി മറ്റൊരു ഭാഗത്തേക്ക് പുറത്തേക്ക് ചാടി, അതിനുശേഷം അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി, തുടർന്ന് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തേക്ക് ചാടി, തുടർന്നാണ് സ്റ്റെയർകേഴ്സ് വഴി ഓടി. അതായത് ഈ 314-ാം റൂമിൽ നിന്ന് ബാൽക്കണിയുടെ ഭാഗത്തുകൂടെ പുറത്തേക്ക് ചാടുന്നു. അവിടുത്തെ ഷീറ്റ്, ഈ ചാട്ടത്തിൽ അവിടെ ഒരു ഷീറ്റൊക്കെ വെച്ചിരുന്നു, അത് പൊട്ടിയിരുന്നു. അതിനുശേഷം അവിടുന്ന് താഴേക്ക് ചാടുന്നു. തുടർന്ന് സ്റ്റെയർകേഴ്സ് വഴി പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏത് ഭാഗത്തേക്ക് ഷൈൻ ടോം ചാക്കോ പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് ഇതിനകം പോലീസിന്റെ പരിശോധനയുടെ, എക്സൈസിന്റെ പരിശോധനയൊക്കെ തുടരുന്നുണ്ട്. അയാൾ ഏത് വഴിക്ക് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. പിന്നീട് ഡാൻസ് സംഘം റൂമടക്കം പരിശോധിച്ചു. പക്ഷേ ഏതെങ്കിലും നിലക്കുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും ലഹരി വസ്തുക്കളോ മറ്റുള്ളവയോ ഒന്നും കിട്ടിയതുമില്ല. അതായത് ഇത്തരം ഘട്ടങ്ങളിൽ നേരിട്ട് ലഹരി വസ്തുക്കളോടുകൂടി പിടികൂടുക, പിന്നീട് ഉപയോഗിച്ചെങ്കിൽ രക്തപരിശോധനയ്ക്ക് നടത്തുമ്പോൾ കിട്ടുക എന്നീ സാധ്യതകളാണ്. അതല്ലെങ്കിൽ പിന്നീട് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ക്രൈം സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യം ചുമത്തിയുള്ള കേസുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ആ സമയത്ത് തന്നെ ഇയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നതാണ്. അതേസമയം അവർ എടുത്തിരുന്ന മുറിയിൽ പരിശോധന ഡാൻസ് ഓഫ് നടത്തി. പക്ഷേ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയേണ്ടത്. പിന്നീട് ഇദ്ദേഹം എങ്ങോട്ടേക്ക് പോയി എന്ന വിവരം സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല എന്താണ് നമ്മൾ എടുത്തു പറയുന്നത്. 314-ാം നമ്പർ മുറി ഇന്നലെ ഓൺലൈൻ വഴി മറ്റൊരാളുടെ പേരിൽ ബുക്ക് ചെയ്താണ് ഇയാൾ അവിടെ എത്തിയത്. അപ്പോൾ അതിൽ തന്നെ ദുരൂഹതയുണ്ട്. നമ്പർ 2, ആ റൂമിൽ ഇയാൾ എത്തുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞതിനു ശേഷം ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവാം. ആ സാഹചര്യത്തിൽ ഡാൻസ് ഓഫ് അവിടേക്ക് എത്തുന്നു എന്ന വിവരം ഇയാൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് അല്ലേ? ഉറപ്പായും. അതായത് ഇതിൽ രക്ഷപ്പെട്ട മറ്റൊരാൾ കൂടി റൂമിലുണ്ടായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അയാളെ പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, രക്ഷപ്പെട്ട രീതി വളരെ ശ്രദ്ധേയമാണ്. ഈ 3-ാം നിലയുടെ മുറിയുടെ ജനാല വഴി 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടുന്നു. ഈ ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടുന്നു. തുടർന്ന് 2-ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അതിനുശേഷം സ്റ്റെയർകേസ് വഴി രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരാൾ കൂടി ഈ റൂമിലുണ്ടായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യാനായി ഒരുപക്ഷെ മറ്റേതെങ്കിലും നിലക്കായിരിക്കും അയാളെ ചോദ്യം ചെയ്തിരുന്നു. അയാളെ ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് ചോദ്യം ചെയ്തു, വിശദാംശങ്ങൾ ശേഖരിച്ചു. പിന്നീട് ആ റൂമിൽ പരിശോധന നടത്തി. അവിടെ പക്ഷേ ലഹരി വസ്തുക്കളൊന്നും കിട്ടിയില്ല. ആ ആളെ പിന്നീട് ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ആരുടെ കൈവശം ഇനി എന്തിനാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്? പൊതുവെ പല ഘട്ടങ്ങളിലും അസ്വാഭാവികമായി ഷൈൻ പെരുമാറുന്നത് നമ്മൾ അഭിമുഖങ്ങളിലും അല്ലാതെ ഇദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേതായാലും അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തിനാണ് ആ ഘട്ടത്തിൽ കൃത്യമായി ഓടി രക്ഷപ്പെട്ടത്? മറ്റൊന്ന്, ഇത് സംബന്ധിച്ച ഒരു രഹസ്യ വിവരം ഡാൻസ് ഓഫിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് മുന്നറിയിപ്പില്ലാതെ എത്തിയത്. ഈ ഹോട്ടലിലേക്ക് എത്തി, അകത്തേക്ക് ഡാൻസ് ഓഫ് സംഘം പ്രവേശിച്ചു. അത് തിരിച്ചറിഞ്ഞായിരിക്കണം. തിരിച്ചറിഞ്ഞല്ലാതെ ഓടേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നാണ് 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി. അത്ര സാഹസികമായി ചാടി. ആ ചാട്ടത്തിൽ ഷീറ്റ് പൊട്ടി. അതിനുശേഷം അതിന് താഴെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. പിന്നീട് സ്റ്റെയർകേസ് വഴി ഓടി ഇറങ്ങി രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ പിന്നീട് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഏറ്റവും ഒടുവിലും പോലീസ് എത്തി വിവരശേഖരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരുന്നു. അവർ മറ്റു വിവരങ്ങളൊന്നും തൽക്കാലം പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം ഈ മുറി ബുക്ക് ചെയ്തത് മറ്റൊരാളുടെ പേരിലാണ്. അത് ഓൺലൈൻ മുഖേനയുമാണ്.